ഞാനിന്ന് മമ്മീനെ എയർപോർട്ടിൽ വിടാൻ പോണ വഴിയിലായിരുന്നു. കണ്ടില്ലേ, നല്ല അടിപൊളി ഗംഭീരമായ മഴ. ജേർണി ഓഫ് ലൈഫ്. എവറി ഡേ ഈസ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ഓർ എ ലേണിംഗ് കർവ്. ഇതാണ് നമ്മുടെ ജീവിതം. രാവിലെ എനിക്ക് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ കിടക്കുന്നത് വരെ നമ്മൾ ആ ദിവസം എന്ത് ചെയ്തുവോ അത് എല്ലാതും നമ്മളുടെ ഒരു ലേണിംഗ് കർവാണ്. പലതും നമ്മൾ ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എനിക്ക് നമ്മൾ ഓഫീസിൽ പോവുക, പിന്നെ കുറേ ആൾക്കാരെ കാണുക, പരിചയപ്പെടാം, അവരുടെ നിന്ന് എന്തെങ്കിലും പഠിക്കുക, അവർ നമ്മളുടെ നിന്ന് എന്തെങ്കിലും പഠിക്കുക. എന്തിന്? നമ്മൾ ഈ ജീവിക്കണ ഈ ഭൂലോകം വരെ ഒരു യാത്രയിൽ കൂടിയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെയിലി. അപ്പോൾ ഗൈസ്, നമസ്കാരം, വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് നമുക്ക് എൻ്റെ ലൈഫിൻ്റെയും പിന്നെ നമ്മളുടെ ലൈഫിൻ്റെ എല്ലാവരുടെയും എക്സ്പീരിയൻസിനെ പറ്റി ഒന്ന് സംസാരിക്കാം. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പിന്നെ പഞ്ചാബ്, ഇങ്ങനെ പല നോർത്ത് ഇന്ത്യ സ്ഥലങ്ങളിൽ ഇപ്പോൾ വെള്ളപ്പൊക്കവും പിന്നെ ലാൻഡ് സ്ലൈഡും അങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹി വരെ നമ്മളുടെ യമുന റിവർ എന്താ പറയുക, വാർണിംഗ് ലെവലിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളം അത്രയും കയറിയിട്ടുണ്ട്. ഇന്നലെ മുതൽ മഴ ഇപ്പോഴാണ് നിന്നത്. ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയ മഴ ഇപ്പോൾ ഇന്ന് ഞാൻ രാവിലെ സ്കൂളിൽ വിടാൻ പോണ സമയത്ത് നിന്നത്. ഇന്നും ക്ലൈമറ്റ് നല്ല ഗ്ലൂമിയാണ്. ഇനിയും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ നല്ല കാലാവസ്ഥ കേട്ടോ. എന്ന് വെച്ചാൽ ഈ കാലാവസ്ഥയിൽ വന്നിട്ട് നമ്മൾ പാർക്കിൽ നടക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളാണ്, നല്ല സുഖമാണ് ഇവിടെ. ഇത് കണ്ട, ഫുള്ള് ഇവിടെ ഈ പാർക്ക് ഏരിയയിൽ വെള്ളം നിറഞ്ഞു. ബേസിക്കലി ഇവിടെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതാണ്. കുട്ടികൾ മാത്രമല്ല, നമ്മളുടെ ബേസിക്കലി എല്ലാ ഏജ് ഗ്രൂപ്പും ഇവിടെ ഫുട്ബോൾ കളിക്കുന്നത്. ഇന്ന് ആരും കളിക്കുന്നില്ല. ഇന്ന് ഒരു പ്രാവശ്യം കൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് നിറയും. അങ്ങനെ മമ്മി പോയി. ഇന്ന് രണ്ടാമത്തെ ദിവസം. മമ്മി പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലൊരു ഒച്ചയപ്പവളില്ലാത്ത മാതിരി. അല്ലെങ്കിൽ മമ്മി രാവിലെ തന്നെ എനിക്ക് മമ്മിയുടെ പരിപാടികളും ഒച്ചയമ്പളം കുറച്ചൊക്കെ നമുക്ക് ഉണ്ടാവണമാണ് വീട്ടിൽ. മമ്മിയായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്ന്. ഇപ്പോൾ മമ്മി പോയിട്ട് രാവിലെ യാവിൻ സ്കൂളിൽ പോകും, പിന്നെ അതിൻ്റെ ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ ആ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റുമല്ലേ, ഇതൊക്കെയാണ് ജീവിതം. ഈ മഴ കാരണം കഴിഞ്ഞ 2-3 മാസമായി ഞാൻ എങ്ങനെയെങ്കിലും പുറത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ മഴ കാരണം എവിടെയും പോകാനും പറ്റുന്നില്ല. ബൈക്കും അതെ, ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ബൈക്ക് പിന്നെയും ചെളിയാവും. ഇപ്പോൾ ബേസിക്കലി ബൈക്ക് ഞാൻ ക്ലീൻ ചെയ്യാനേ നിർത്തി, മതിയായി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഡൽഹിയിൽ. ഇന്ന് സഞ്ജീവ് വന്നില്ല, അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക്. സഞ്ജീവ ചേർച്ചിട്ടാ. ഇന്ന് സഞ്ജീവിന് നടക്കാൻ വരാൻ പറ്റില്ല, കാരണം അവൻ്റെ സ്കൂട്ടർ കേടായി. അപ്പം അതുകൊണ്ട് അവൻ വന്നില്ല. അപ്പം ഞാനങ്ങോട്ട് ഇറങ്ങി. എന്തായാലും നമ്മൾക്ക് നടക്കണം, അവിടെ ഞാൻ വന്നു. നമ്മുടെ ചങ്ങാതി വൈറ്റി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഞാൻ നടന്നു വരുമ്പോഴത്തേനും ആൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എന്താടാ, ഞാൻ എൻ്റെ രാവിലത്തെ ഫുള്ള് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന പണികളൊക്കെ കഴിഞ്ഞ് തുണി കഴുകി അങ്ങനെ പലതും നമ്മളെ വീട്ടിലെ പണികൾ തന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഇപ്പോൾ ഓൾമോസ്റ്റ് 9:15. ഇന്ന് ഞാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ആദ്യമായിട്ടല്ല സെക്കൻഡ് ടൈം ട്രൈ ചെയ്യണം. ഞാൻ വിചാരിച്ചു നിങ്ങളൊന്ന് കാണിക്കാം തന്തൂരി ചിക്കൻ നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഞാൻ ഇത് എന്താ ഫുഡ് ചാനലൊന്നുമല്ല എൻ്റെ, ഞാൻ ഓൾറെഡി അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾ കാണിക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു താല്പര്യം നിങ്ങളൊന്ന് കാണിക്കാൻ. അപ്പോൾ ലെറ്റ്സ് സീ. ഇതേ മക്കളെ, ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തന്തൂരി ചിക്കൻ്റെ ഒരു പീസ് ഇത് കണ്ട ഇങ്ങനെയുണ്ട്. കളറൊക്കെ കണ്ട മോനെ, ഒന്നും പറയണ്ട. ഇനി അത് നമ്മൾക്ക് എയർ ഫ്രയറിൽ, കാരണം നമ്മളിത് തന്തൂരി ഇതാക്കാൻ പറ്റില്ലല്ലോ, ചാർക്കോളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ നേരെ എയർ ഫ്രയറിൽ അത് കുക്ക് ചെയ്യണം. ആദ്യം ഈ സംഭവത്തിലേക്കൊന്ന് വെക്കിയത്. അപ്പം ഞാൻ ഓൾറെഡി ഞാൻ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് അത് വെച്ചിട്ട് ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇതങ്ങോട്ട് നേരെ അങ്ങോട്ട് ഇതിൽ വയ്ക്കാം. അപ്പോൾ ഒരു പീസ് ഇത് എനിക്കും യാവനും മതിയാവും. എൻ്റെ മോനെ, ഇതൊക്കെ ഒരു സൈസ് കണ്ട കോഴിയുടെ
കോഴിയുടെ തുട മട്ടൻ്റെ തുട മാതിരി ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. നേരെ ഇതിലങ്ങോട്ട് വയ്ക്കുക. 180 ഞാൻ വെച്ചിരിക്കുന്നത്. ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ പരിപാടി അതൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ പോയി നടക്കാൻ പോയി, പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ചൊരു മഴയൊക്കെ പെയ്ത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചതെന്ന് പറഞ്ഞാൽ മമ്മിയുള്ള സമയത്തും പിന്നെ ഞാൻ കഴിഞ്ഞ ഈ ഒരു മാസം കുറേ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഡൽഹിയിലെ. അപ്പോൾ ആ ക്ലിപ്സും കൂടി കൂട്ടിയിട്ട് നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഒരു വീഡിയോ ഞാനിന്ന് ഉണ്ടാക്കിയത് ബേസിക്കലി. അപ്പോൾ ഇന്നത്തെ ദിവസം വീട്ടുപണികളും അതും ഇതൊക്കെയുള്ളൂ ഇപ്പോൾ എൻ്റെ പരിപാടികൾ. പിന്നെ യൂട്യൂബ് ഉണ്ടാക്കുക. ഒരു മാസം ഞാൻ ശരിക്കും ഒന്ന് റെസ്റ്റ് ചെയ്തു. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു അവധി നമുക്ക് കൊടുക്കണ എപ്പോഴും നല്ലതാണ്. അപ്പോൾ ആ അവധിയാണ് ഞാൻ ആക്ച്വലി മമ്മി വന്നപ്പോൾ എൻ്റെ ഉമ്മയോടൊപ്പം ഉള്ള സമയം ഞാൻ അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്തു. ബേസിക്കലി അത് നന്നായി ആക്ച്വലി. നൗ ഐ എം ഫീലിംഗ് ഫ്രഷ്. പിന്നെ നമ്മുടെ ഒരു ഡോക്ടറുണ്ട്, നമ്മളുടെ ഫോളോവർ, ആളും പറഞ്ഞു കം ബാക്ക് ആസ് ഫ്രഷ് ആസ് യു ക്യാൻ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് വന്നിരിക്കുന്നത്. ഡൽഹിയിലെ കാലാവസ്ഥയെ പറ്റി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, പുറത്തിറങ്ങാൻ യാതൊരു വഴിയില്ല. ഇന്നും മമ്മിനോട് സംസാരിച്ചപ്പോൾ മമ്മി പറഞ്ഞു, മോനെ കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് ഡൽഹിയിൽ, ഇങ്ങനെ മാർക്കറ്റ് പ്ലേസും പിന്നെ പലതും നമുക്ക് നമ്മളുടെ പ്രേക്ഷകർ. മമ്മിക്ക് ഇപ്പം എന്നിലും ഇത് കൂടുതൽ യൂട്യൂബിൽ ഞാൻ ചെയ്യണത് ഞാൻ കാണിക്കുന്നതും പറ്റിയിട്ട് എന്നോട് ഇത് പറയണ മമ്മി ഇപ്പം ഇങ്ങനെ സ്ഥലങ്ങളുണ്ട്, ചെന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ ആൾക്കാർക്ക്. കാരണം നിങ്ങളുടെയൊക്കെ റെസ്പോൺസ് കാണുമ്പോൾ മമ്മിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദാറ്റ് സപ്പോർട്ട് വാട്ട് യു ഗൈസ് ഹവ് ഗിവൺ മീ. എനിക്കറിയാം ഈ ജേർണി അത്രയും ഫാസ്റ്റായിട്ടുള്ളൊരു ജേർണി ഒന്നുമല്ല. ഇത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ളൊരു ജേർണിയാണ് വിച്ച് ഐ ബിലീവ് ഇൻ ആൻഡ് ഐ നോ ദാറ്റ് ഐ ക്യാൻ മേക്ക് ഇറ്റ് ഇൻ യൂട്യൂബ്. നോട്ട് നൗ, മേ ബി ഇൻ എ ഇയർ ഓർ മേ ബി 2 years ടൈം. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ നീങ്ങാൻ പോകുന്നു. പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ MC Pro 24 FPS MC 24 FPS Pro എന്ന കണ്ടാണ് ഈ ആപ്പിൻ്റെ പേര്. നിങ്ങൾക്ക് കാണാം കഴിഞ്ഞ വ്ളോഗ് മുതൽ ഞാൻ എല്ലാതും ഈ MC 24 FPS Proയിലാണ് ഷൂട്ട് ചെയ്യണത്. ആൻഡ് ഇതെല്ലാതും റോ ഫോർമാറ്റിലാണ്, ബേസിക്കലി 10-bit ഫോർമാറ്റ് എന്ന് പറയും നമ്മൾ. അപ്പോൾ മോസ്റ്റ്ലി എല്ലാതും ഒരു സിനിമാറ്റിക് ക്വാളിറ്റിയിൽ, പിന്നെ 100 MBPS മുതൽ 150 to 200 MBPS വരെ നമ്മൾക്ക് ഇതിൻ്റെ ഡേറ്റ നമ്മൾക്ക് ഇതിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് ദ ഹയസ്റ്റ് ഡേറ്റ നമ്മൾക്ക് നമ്മളുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട്. ഇത് സിനിമ ക്യാമറയിൽ ആക്ച്വലി കിട്ടുന്ന ആ ക്വാളിറ്റി നമുക്ക് ഒരു മൊബൈൽ ക്യാമറ വെച്ചിട്ട് നമ്മൾക്ക് ആക്ച്വലി ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ലെവല് ഈ ആപ്പാണ്. ഇതുകൊണ്ട് പിന്നെ വേറെ ഒരെണ്ണം കൊണ്ട്, പക്ഷേ ഞാനിപ്പോൾ ആക്ച്വലി ഈ ഒരു മാസം ഫുള്ള് പ്രാക്ടീസ് ചെയ്തത് ഈ ഒരു ആപ്പിൽ കൂടെയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ട എല്ലാ ഈ വീഡിയോസും, ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച വീഡിയോസും വോയിസ് ഓവർ ചെയ്തതും എല്ലാതും ഈ ആപ്പിൽ കൂടെയാണ് എൻ്റെ Xiaomi 14 Ultra'യിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തത്. നിങ്ങൾ പറ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇപ്പോൾ ഇതിൻ്റെ എൻ്റെ ഈ ക്വാളിറ്റിയും പ്ലസ് എന്താ പറയുക കളർ കറക്ഷനും കളർ ഗ്രേഡിങ്ങും ഞാൻ ചെയ്തത്. ഇതെല്ലാം ഞാൻ S-Log 3 ഒരു ഫോർമാറ്റ് ഉണ്ട്, S-Log3.cine എന്ന് വെച്ചാൽ സിനി ഫോർമാറ്റിലാണ് ഇത് റെക്കോർഡ് ചെയ്തത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഹാസ് കം ഔട്ട് റിയലി നൈസ്. പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ കൊഡാക്കിൻ്റെ ഒരു ലട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. ലട്ട് എന്ന് പറഞ്ഞാൽ ലുക്കപ്പ് ടേബിൾ എന്ന് പറയും, നമ്മൾ കളറില്ലേ. അപ്പോൾ പണ്ടത്തെ സിനിമ സ്റ്റൈലിലെ കൊഡാക്കിൻ്റെ ഒരു ലട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ കളറ് എനിക്കിന്ന് കിട്ടിയത്. സോ ലെറ്റ് മീ നോ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഇഷ്ടപ്പെട്ടു. എവറി ഡേ ഈസ് എ ലേണിംഗ് കർവ്. നമ്മൾ എന്തു ചെയ്യണോ എല്ലാ ദിവസവും ഒരു സാധനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, വാക്കിംഗ് ആയിക്കോട്ടെ, ട്രാവലിംഗ് ബൈ എ ബസ്, ട്രാവലിംഗ് ബൈ എ ടാക്സി, വി സീ പീപ്പിൾ. നൗ ഐ ആം ഡൂയിങ് തിങ്സ് അറ്റ് ഹോം. സത്യം പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷേ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ലേൺഡ് മാസീവ്ലി. ഈ ഒരു 5 മാസം കൊണ്ട് ബേസിക്കലി 5ാമത്തെ മാസമാണ് ഇത് ബേസിക്കലി പാം ഇപ്പം നമ്മളെ വിട്ടിട്ട് താമസിക്കുന്നത്. ആ സമയത്ത് ഈ അവനെ ടേക്ക് കെയർ ചെയ്യുക, ആ റെസ്പോൺസിബിലിറ്റീസും പ്ലസ് കുക്കിങ്ങും പല കാര്യങ്ങളും ആസ് എ ഹോം മേക്കർ. ഇപ്പോൾ എനിക്ക് പറയാം ഐ എം എ ഹോം മേക്കർ പ്ലസ് ഒരു യൂട്യൂബർ. പക്ഷേ ആ റെസ്പോൺസിബിലിറ്റീസ് പ്ലസ് നമ്മൾ യൂട്യൂബിൽ ചെയ്യണതും ഇതൊക്കെ പലതും നമ്മൾ ഡെയിലി ഓരോന്നോരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലസ് ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഈവൻ വീഡിയോ ഷൂട്ടിംഗ് തന്നെ. ഞാൻ ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് ഷൂട്ട് ചെയ്ത വീഡിയോയും ഇന്നത്തെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയും നോക്കിക്കഴിഞ്ഞാൽ പല വ്യത്യാസങ്ങളുണ്ട്. സോ വെൻ ഐ സീ ദിസ് ടുഡേ ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ് ദാറ്റ് എവറി ഡേ ഈസ് എ ലേണിംഗ് കർവ്. നമ്മൾ പലതും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ നോബഡി ഈസ് പെർഫെക്റ്റ്. നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല, 100% പെർഫെക്റ്റ് ആവില്ല. പക്ഷേ വി ആർ ട്രൈയിങ് ടു അച്ചീവ് ദാറ്റ് പെർഫെക്ഷൻ, അത്രേ ഉള്ളൂ. സോ ഐ വുഡ് സേ ദാറ്റ്
ഡു സംതിങ് വിച്ച് ഈസ് വെരി ക്രിയേറ്റീവ് ഇൻ എ ഡേ അറ്റ്ലീസ്റ്റ്. എന്തെങ്കിലും നമ്മൾ ഒരു ചെറിയ സാധനം പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്, വിച്ച് കീപ്സ് അസ് ആക്റ്റീവ്, അവർ മൈൻഡ് ആക്റ്റീവ്. ഫിസിക്കലി അത് നമ്മൾ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്നത്, വിച്ച് ഈസ് റിയലി ഗുഡ് ഫോർ ഹെൽത്ത്. അതാണ് എനിക്ക് സ്വന്തം ഇപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നിയതും. കീപ്പിംഗ് യുവർ സെൽഫ് ബിസി ഈസ് എ ബ്ലെസ്സിങ്. സത്യം പറഞ്ഞാൽ നമ്മളതിൽ ഇപ്പോൾ ഒന്നുമില്ല, നമ്മൾ ലെഥാർജിക്കായിട്ട് വീട്ടിലിരിക്കണം, ഒന്നും ചെയ്യാണ്ടിരിക്കണം എന്ന് വെച്ചാൽ ഇറ്റ്സ് ആക്ച്വലി going to be a hell. So you have to try to keep yourself busy. If you don't have any job also, try to find a job to do, even at home. നമ്മളത് ചെയ്താലേ നമ്മൾക്ക് ആ ഒരു എന്താ പറയുക ജയിക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾക്ക് വരുള്ളൂ. പലർക്കും ഇപ്പോൾ തോന്നുന്നുണ്ട്, അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഒരു കൊല്ലവാറായി. ഈ വരുന്ന ഒക്ടോബറിൽ ഞാൻ ദുബായ് വിട്ടിട്ട് ഒരു കൊല്ലവാറായി ഡൽഹിയിൽ വന്നിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു ആദ്യം, എന്ത് ചെയ്യും, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മളെങ്ങനെ ജീവിക്കാൻ പോകുന്നത്, പൈസ ഇല്ല, എല്ലാതും സീറോയിലാണ് നമ്മൾ വന്നത്. നിങ്ങൾക്ക് എൻ്റെ സ്റ്റോറി ഫുള്ള് സീറോ എന്ന് അറിയാം. പക്ഷേ ടുഡേ വാട്ട് ഐ ഫീൽ ഈസ് ദാറ്റ് വാട്ട് ഡിസിഷൻ ഐ ഹാവ് ടേക്കൺ, ഈവൻ ലേറ്റ്, ഇറ്റ് വാസ് ദി ബെസ്റ്റ് ഡിസിഷൻ എവർ. ഞാൻ ഇന്ത്യയിൽ വന്നിട്ട് ഐ എം നോട്ട് ഫീലിംഗ് അറ്റ് ഓൾ ദാറ്റ് I'm struggling for anything, or I am not going to do anything, or I am not going to achieve anything. What I have achieved there in this 30 years, ഈ സമയം എനിക്കെടുക്കില്ല, അത്രയും സമയം എടുക്കില്ല, എന്നാലും കുറച്ച് സമയം എന്തായാലും നമ്മൾക്ക് എടുക്കും. നമ്മളൊരു ഡെവലപ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും. സോ ദർ ആർ ലോട്ട് ഓഫ് പ്ലാൻസ് ഇൻ അവർ പൈപ്പ് ലൈൻ വിച്ച് ഐ വാണ്ട് ടു ഡു. നമ്മുടെ നാട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഡൽഹിയിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, എൻ്റെ മോൻ്റെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ലിവിങ് ആസ് എ ഫാമിലി ആയിക്കോട്ടെ, അങ്ങനെ പലതും. അപ്പോൾ നമ്മളുടെ ഈ പ്ലാനിങ് നമ്മൾ ചെയ്തില്ലെങ്കിൽ then you are going to fall into a disaster, which I think that is the problem which I had back then. Maybe we are young, പക്ഷേ അനുഭവം ഗുരു എന്ന് പറഞ്ഞ മാതിരി തന്നെ ടുഡേ ഐ ഫീൽ ദാറ്റ് എവറി സ്റ്റെപ്പ് വാട്ട് ഐ ടേക്ക്, ഐ ഡു ആൻഡ് ടേക്ക് എ പ്ലാൻ അക്കോർഡിംഗ് ടു ദിസ്. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് പലരും നമ്മൾക്ക് സജഷൻസ് തരും. അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഈവൻ യൂട്യൂബേഴ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ. ഇപ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് കുറേ സജഷൻസ് തരും. ബിക്കോസ് ദേ കെയർ അബൌട്ട് യു, ബിക്കോസ് ഓഫ് ദാറ്റ് ഓൺലി ദേ ആർ ഗിവിങ് യു സജഷൻസ്. ബട്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡു നോട്ട് ടേക്ക് സജഷൻസ് ഫ്രം എവ്രി വൺ. കാരണം ദാറ്റ് വിൽ കൺഫ്യൂസ് യു ആൻഡ് ദാറ്റ് വിൽ നോട്ട് ഗിവ് യു ആൻ ഐഡിയ what your aim is, where you want to lead, what you want to do. സോ നിങ്ങളുടെ ഒരു ഡിസിഷൻ ഉണ്ട്, നിങ്ങൾ ആ ഡിസിഷൻ എടുക്കുന്നതാണ് ഏറ്റവും ശരി. ഈവൻ ഇഫ് യു ഫെയിൽ ഇൻ ദാറ്റ് ഓൾസോ യു കനോട്ട് ബ്ലെയിം എനിബഡി. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ആളുടെ സജഷൻ എടുത്തിട്ട് നാളെ അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇത് ചെയ്തതെന്ന്. സോ ഇറ്റ്സ് യുവർ ഡിസിഷൻ. നമ്മൾ ലൈഫിൽ റിസ്ക് എടുക്കാണ്ട് we cannot win anything. You have to take risk, you have to lose. Unless you don't lose, there is no winning, because losing actually teaches you and gives you that experience, which ഇന്ന് എനിക്ക് അതാ തോന്നുന്നത്. ഐ എം സോ ഹാപ്പി ടുഡേ. യു വോണ്ട് ബിലീവ്, ഇന്നത്തെ കാലത്ത് ഇഫ് യു ആസ്ക് മീ ഡൽഹിയിൽ വാട്ട് ആർ യു ഡൂയിങ്, എൻ്റെ പല ആൾക്കാരും ചോദിക്കും ചിലപ്പോൾ വാട്ട് ആർ യു ഡൂയിങ്, യു ആർ ജസ്റ്റ് അറ്റ് ഹോം, സിറ്റിംഗ് അറ്റ് ഹോം ഡൂയിങ് നത്തിങ്. എൻ്റെ മോനെ ഈ ഒന്ന് ജോലി ചെയ്ത് നോക്ക്. ഒരു കുട്ടീനെ വരെ നമ്മളൊരു വീട്ടിൽ എന്ന് വെച്ചാൽ ടേക്ക് കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ it's not easy. So as I told you, as a mother, there are so many mothers who are doing this job. Today I am doing that job and I feel proud of it, that their responsibility, I'm feeling it today. So it's not easy. So tomorrow if my wife comes also, I'm going to share these responsibilities. You get me what I'm trying to tell you. നമ്മൾ ആ റെസ്പോൺസിബിലിറ്റീസ് എപ്പോഴും ഒരു ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, വി ഹാവ് ടു ഷെയർ ഇറ്റ്. അത് പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് ഈവൻ ദോ മേ ബി ഇറ്റ്സ് എ ഹ്യൂമൻ തിങ്. ഒരു ആണല്ലേ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വരും, ജോലി ചെയ്ത് തിരിച്ചു വരും, ഭാര്യ ഭക്ഷണം ഉണ്ടാക്കുക, ഇങ്ങനെ ചെയ്യുക, അത് ചെയ്യുക. നോ, ദർ ഇസ് നോ ടയർഡ്നെസ്. ജോലി ചെയ്ത് വന്നാലും ശരി ടയർഡ്നെസ് ഉണ്ടാവും നമുക്ക്, എന്നാലും യു ക്യാൻ ആക്ച്വലി ഷെയർ. ബിക്കോസ് ദ മൂമെൻറ്റ് യു ഗോ ഫോർ വർക്ക്, യുവർ വൈഫ് ഓൾസോ സ്റ്റാർട്ട്സ് വർക്ക് അറ്റ് ഹോം ഫ്രം മോർണിംഗ് ടിൽ ഈവനിങ്. ആ പണി തീർന്നില്ല. ബിക്കോസ് ഐ എം ഡൂയിങ് ഇറ്റ് ടുഡേ. ഐ ക്യാൻ റിയലൈസ് ഇറ്റ്. രാവിലെ മുതൽ രാവിലെ എണീക്കുക, ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, പാലുണ്ടാക്കുക, ഡ്രസ്സ് തേക്കുക, സ്കൂൾ യൂണിഫോമിൻ്റെ ഡ്രസ്സ് തേക്കുക, ഷൂ പോളിഷ് ചെയ്യുക, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി വിടുക, പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് പാത്രങ്ങൾ കഴുകുക, ഇങ്ങനെ പല കാര്യങ്ങളും. ഇറ്റ്സ് നോട്ട് ഫിനിഷിങ്, ഇറ്റ്സ് നെവർ എൻഡിങ് ആക്ച്വലി. ഇഫ് യു ആസ്ക് യുവർ ഓൺ പീപ്പിൾ അറ്റ് ഹോം, വീട്ടിലുള്ള അമ്മേനോടോ നിങ്ങളുടെ വൈഫിനോടോ പെങ്ങന്മാരോടോ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. Today I'm doing it as a man,
I can feel it, and hats off to you, all the mothers out there, all the women out there who is doing this today. Okay guys, നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ മക്കളെ ഇതൊന്ന് നോക്കിയേ. വീട്ടിൽ നമ്മൾ എയർ ഫ്രയർ വെച്ചിട്ട് തന്തൂരി ചിക്കൻ എങ്ങനെയുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്, എവറി ഡേ ഈസ് എ ലേണിംഗ് കർവ്. ഇത് പുറത്തു പോയി തിന്നുന്ന വെച്ചാൽ എത്ര പൈസ മേടിക്കും? പക്ഷെ ഇത് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുണ്ടാകും. പപ്പയും മോനും കൂടി ഇരുന്നിട്ട് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകണം. ഈ അച്ചാറുണ്ടല്ലോ, ഇത് നാരങ്ങ അച്ചാർ മമ്മി ഉടനെ മുമ്പ് ഉണ്ടാക്കി വെച്ചതാ. നല്ല അടിപൊളി അച്ചാറാട്ടാ, കണ്ട. അപ്പോൾ ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വരെ മമ്മി എന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതാണ് പറയുന്നത്, എവറി ഡേ ഈസ് എ ലേണിംഗ് കർവ്. നമ്മളങ്ങനെ എൻജോയ് ചെയ്യുക. പിന്നെ അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഹോപ്പ്ഫുള്ളി ലൈക്ക് ദിസ് വ്ലോഗ്. അധികമൊന്നുമില്ല. നാളെ ഇനി നോക്കട്ടെ എന്താണ് നമ്മളുടെ ജീവിതത്തിൽ പുതിയതായിട്ട് വരാൻ പോകുന്നത്, കൊണ്ടുവരാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെങ്ങനെ എന്തുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ. പോണതിന് മുമ്പ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. നമ്മുടെ ഈ സമയം ഉണ്ടല്ലോ, നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയം മാക്സിമം നമ്മൾ ഫാമിലിയോടൊപ്പം ഇരുന്നിട്ട് കഴിക്കാൻ നോക്കാം. ഞാൻ ആക്ച്വലി ലേറ്റായിട്ടാണ് കഴിക്കാറ്, പക്ഷേ നൗ ഐ എം ഗോയിങ് ടു ചേഞ്ച് ദാറ്റ്. സോ ബേസിക്കലി നമ്മൾ ഫാമിലിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കണം. ട്രൈ. നോ, ദിസ് ഈസ് ലൈക്ക് ഓൾ. കണ്ടാവും പറയണ്ട കേട്ടോ, ഞാൻ പായെന്ന് പറഞ്ഞത്. ടേക്ക് അറ്റാക്ക് മാൻ. യാ യുവൺ നീമ്പു. വീട്ടിലെ ഹെൽത്തി ഫുഡ്. നാളെ ഹെൽത്തി ഫുഡിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റോലി മാൻ ചെക്കൻ ഫുള്ള് തീർക്കുന്നുണ്ട്. നല്ലോണം കുക്ക് ചെയ്യുന്നുണ്ട്. 30 മിനിറ്റ് വെക്കുന്നത്. നല്ല അടിപൊളി. ഉള്ളിലൊക്കെ നല്ല, പക്ഷേ ഞാനതങ്ങനെ 1 മണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചുള്ളൂ. ആക്ച്വലി നമ്മൾ രാത്രി വെച്ചിട്ട് അടുത്ത ദിവസം നമ്മൾ ഉണ്ടാക്കണം. അവൻ ഈ ട്രൈസ് ഓൾസോ മാൻ. നമ്മൾ ചിക്കൻ കഴിക്കും.